അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആനയെ കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിരപ്പിള്ളി അയ്യമ്പുഴ റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചാകും മയക്കുവെടിവെക്കുക. CV അനുമോദ് ഉടൻ തന്നെ ചേരും. കഴിഞ്ഞ ദിവസമാണ് ആനയ്ക്ക് വെടിയേറ്റതും തുടർന്ന് അതിനെ മയക്കുവെടിവെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും മറ്റും. അത് വളരെ വലിയ തോതിൽ ആ മേഖലയിൽ ഒരാശങ്ക സൃഷ്ടിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കാരണം ആന ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രകോപിതനാവുകയോ മറ്റോ ചെയ്താൽ അത് ചെറിയ തോതിലായിരിക്കില്ല ആ പ്രദേശത്തെ ബാധിക്കുന്നത്. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ ലക്ഷ്യം, അതിന് തേടുന്ന മാർഗം വനംവകുപ്പ്? ഏറ്റവും പുതിയ വിവരം, നേരത്തെ ഒരു പരിക്കേറ്റ ആനയെ ഈ കഴിഞ്ഞ ദിവസം ആനയെ കണ്ടെത്തിയെന്ന സ്ഥലത്ത് ഉണ്ട് എന്ന വിവരം വനംവകുപ്പിന് ലഭിച്ചിരുന്നു. പക്ഷേ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധിച്ച് നേരത്തെ ചികിത്സ നൽകേണ്ട ആനയല്ല അത് എന്ന വിവരമാണ് പുറത്തു വന്നുള്ളത്. അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഇന്ന് ഈ സമയം വരേക്കും വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിരാവിലെ തന്നെ വനംവകുപ്പിൻ്റെ തെരച്ചിൽ ഇന്നലെ ആനയെ കണ്ട ഇടങ്ങളും ആന പോയിട്ടുണ്ട് എന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. പക്ഷേ ഉൾവനത്തിൽ പോയ ആനയെ ഇതുവരേക്കും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ആനയെ ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് സുരക്ഷിതമായ ഇടത്ത് വെച്ച് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാമെന്ന പ്രതീക്ഷയാണ്, കണക്കൂട്ടലാണ് വനംവകുപ്പിനുള്ളത്. പക്ഷേ ആനയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് ഈ ദൗത്യത്തിൽ ഇത്രയും സമയം വരേക്കും ഒരു നിരാശ നൽകുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ വലിയ മുന്നൊരുക്കങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ദൗത്യത്തിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിനടുത്താണ്. ഇവിടെ നിന്നും അപ്പുറത്തേക്ക് നമ്മൾ ഇന്നലെ ദൗത്യം നടന്ന ഇടത്തേക്ക് ഈ ഒരു മേഖല വഴിയുള്ള പ്ലാന്റേഷൻ റോഡ് വഴി ആരെയും കടത്തിവിടുന്നില്ല. മാത്രമല്ല കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വനംവകുപ്പ് അവിടെ പ്രദേശങ്ങളിൽ ആരുമില്ല എന്നും ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം ഈ ദൗത്യം നടക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് ആന തിരിച്ചറിയുകയും ആന പുറത്തിറങ്ങാതിരിക്കുന്ന സാഹചര്യവും ആന വയലൻ്റ് ആവുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ തന്നെ ചാലക്കുടി പുഴയുടെ ആ തുരുത്തിൽ നിന്നും ആനയെ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഓടിച്ച് കയറ്റി അവിടെ നിന്ന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ആന നേരെ റബ്ബർ പ്ലാന്റേഷന് പിന്നിട്ട് ഉൾവനത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഈ ആളുകളുടെ സാന്നിധ്യം ആനയെ ഉൾവനത്തിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചു എന്നാണ് വനംവകുപ്പിൻ്റെ നിഗമനമുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് കർശന നിയന്ത്രണം ഈ ഒരു മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഈ ഇവിടം വരെ മാത്രമാണ് അനുവാദമുള്ളത്. ഇന്നലെ നമ്മൾ നിന്ന ആ മേഖലയിലേക്ക് കൃത്യമായ നിർദ്ദേശപ്രകാരം പോകുന്നവർക്കും അതുപോലെ വനംവകുപ്പിന് അനുമതി ഉള്ളവർക്കും മാത്രമാണ് പ്രവേശനമുള്ളത്. എന്താണെങ്കിലും 4 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് കൂടുതൽ ദൗത്യ സേനാംഗങ്ങളെ കൊണ്ട് ഈ ഒരു പ്ലാന്റേഷൻ്റെ മേഖലയും അതിനോട് ചേർന്നുള്ള ഉൾവനത്തിൻ്റെ മേഖലയൊക്കെ അരിച്ചു പെറുക്കുകയാണ് വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത്. ആനയുടെ മസ്തകത്തിലെ മുറിവ് അത് അല്പം പഴുപ്പ് തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പുഴുക്കൾ അരിക്കുന്നുണ്ട് എന്നും വനംവകുപ്പിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സ നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. മാത്രമല്ല ആനയ്ക്ക് ഈ പരിക്ക് കാരണം ക്ഷീണം കൂടുതലായിട്ട് വരുന്ന തരത്തിലാണ് അതിൻ്റെ ഘടനയും പ്രകൃതിയും ഇപ്പോഴുള്ളതെന്നും വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ചികിത്സ നൽകുക എന്ന ലക്ഷ്യമാണ് വനംവകുപ്പിന് മുൻപിൽ ഇപ്പോഴുള്ളത്. ഇന്നത്തെ ഒരു ദിവസം അതുകൊണ്ട് തന്നെ പരമാവധി ഈ ദൗത്യത്തിൻ്റെ ശ്രമം ആനയെ കണ്ടെത്തി അതിനെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. കാരണം ആന ഇപ്പോഴും കാണാമറയത്ത് തുടരുന്ന അവസ്ഥയാണുള്ളത്. ഉൾവനത്തിൽ തന്നെയാണ് ആന എന്ന നിഗമനമാണ് വനംവകുപ്പിനുള്ളത്. ഇതാണ് സാഹചര്യം. എന്തായാലും അവിടെ എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ച് ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആനയ്ക്ക് പരിക്ക് വഷളാകുന്നുണ്ട്. അതിനു മുൻപ് കാര്യങ്ങൾ വരുതിയിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്.